കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ഒരു വലിയ സമ്മേളനം ചിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ടു. 120 രാജ്യങ്ങളിൽ നിന്നായി 25,000 ക്യാൻസർ രോഗ വിദഗ്ധർ ചിക്കാഗോയിലെ മെക്കോർമിക് സെൻ്റർ എന്ന വലിയ കെട്ടിടത്തിൽ സമ്മേളിച്ചു. ക്യാൻസർ രോഗത്തിൻ്റെ ആധുനിക ചികിത്സകളെപ്പറ്റി, പുതിയ ഗവേഷണങ്ങളെപ്പറ്റി, 21-ാം നൂറ്റാണ്ടിൽ ക്യാൻസർ ചികിത്സ ഏതു ദിശയിലേക്ക് നീങ്ങും എന്നതിനെപ്പറ്റിയെല്ലാം ഈ വിദഗ്ധർ ഒരു കൂരയ്ക്ക് കീഴിലിരുന്ന് 3 ദിവസത്തെ ചർച്ചകൾ നടത്തി. 1971 ഞാൻ ആദ്യമായി അമേരിക്കയിലെത്തുന്നത്. അന്നൊരു ദിവസം പത്രത്തിൽ പ്രസിഡന്റ് നിക്സൺ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന ഒരു തലക്കെട്ട് കണ്ട് ഞാൻ ആദ്യം അല്പം ഒന്ന് പരിഭ്രമിച്ചു. അന്ന് വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലമായതിനാൽ ഒരു ഇമിഗ്രൻ്റായി അമേരിക്കയിലെത്തി എന്നെയും നിർബന്ധിതമായി സൈനിക സേവനത്തിന് വിളിച്ചേക്കാൻ ഇടയുണ്ടായിരുന്നതിനാലാണ് പ്രസിഡന്റ് നിക്സൺ ഒരു പുതിയ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായി എനിക്ക് ഭയം തോന്നിയത്. എന്നാൽ തുടർന്ന് വായിച്ചപ്പോൾ ആശ്വാസമായി. പ്രസിഡന്റ് നിക്സൺ ക്യാൻസറിനെതിരായ ഒരു യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. 40-ലേറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യുദ്ധം പൂർണ്ണമായി ജയിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ലെങ്കിലും വളരെ പുരോഗതി നേടിയിട്ടുണ്ട്. അനേകം ബ്ലഡ് ക്യാൻസേഴ്സിന്, ഹാർട്ട്സ്കിൻസ് ഡിസീസ് പോലെ അനേകം ലിംഫമകൾക്ക്, പലതരം സ്കിൻ ക്യാൻസേഴ്സുകൾക്ക്, ടെസ്റ്റിക്കുലർ ക്യാൻസറിന്, തൈറോയിഡ് ക്യാൻസറിന് തുടങ്ങിയ അനേകം ക്യാൻസർ രോഗങ്ങൾ ഇന്ന് ചികിത്സിച്ച് പൂർണ്ണമായി സുഖമാക്കുവാനായിട്ട് സാധിക്കും. ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, കോളൻ ക്യാൻസർ തുടങ്ങിയവ പ്രാഥമിക ദശയിൽ തന്നെ നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി സുഖമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. മറ്റനേകം ക്യാൻസറുകൾ ഇന്ന് ക്രോണിക് ഡിസീസസ് പോലെ ചികിത്സിക്കുവാനും സാധിക്കും. ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷറും ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കുകയില്ലെങ്കിലും ഡയബറ്റീസിനും ഇൻസുലിനും ബ്ലഡ് പ്രഷർ മെഡിക്കേഷനും ഒക്കെ നൽകി ഒരു ക്രോണിക് ഡിസീസ് എന്ന നിലയിൽ ഈ രോഗങ്ങൾ ദീർഘകാലം വളരെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ദീർഘകാലം ഇന്ന് അനേക ക്യാൻസേഴ്സും ക്രോണിക് ഡിസീസസായിട്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. എന്നാൽ ലിവർ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ ചില ക്യാൻസർ ഇന്നും വിദഗ്ധരുടെ പിടിയിൽ അമരുവാൻ പ്രയാസമുള്ള രോഗികളാണ്. സാധാരണ പലരോടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നമെന്നാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഒരു ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പത്രത്തിൽ വായിക്കുക ക്യാൻസർ രോഗങ്ങൾക്ക് ഒരു ക്യൂർ കണ്ടുപിടിച്ചുവെന്ന്. ഇത് ഇന്നോ അടുത്ത കാലത്തോ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ക്യാൻസർ ഒരു രോഗമല്ല, 200ഓളം രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. അവയിൽ ഓരോന്നിനോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടി വിജയം നേരിടേണ്ടിയിരിക്കുന്നു. പ്രസിഡന്റ് നിക്സൺ ക്യാൻസറിന് എതിരായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ മകൾ റിബയ്ക്ക് 1 വയസ്സ് പ്രായമായിരുന്നു. ഇന്ന് അവൾ ഒരു ഓങ്കോളജിസ്റ്റ്, ക്യാൻസർ രോഗ വിദഗ്ധയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ടയിലെ ഒരു ഫാക്കൽറ്റി മെമ്പറാണ്, ക്യാൻസർ ഗവേഷകയുമാണ്. ചിക്കാഗോയിൽ സമ്മേളിച്ച 25,000 ഓങ്കോളജിസ്റ്റിൽ ഒരാളായി അവളും ഉണ്ടായിരുന്നു. കോൺഫറൻസ് കഴിഞ്ഞെത്തിയപ്പോൾ ഒരു ക്യാൻസർ രോഗ വിദഗ്ധ എന്ന നിലയിൽ അവളുടെ പ്രാക്ടീസിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് എന്തെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ചികിത്സയ്ക്ക് ചികിത്സാവിധികളില്ല എന്നല്ല, അതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ ചികിത്സകൾ എല്ലാ രോഗികൾക്കും നൽകുവാൻ സാധിക്കുന്നില്ല എന്നതാണ് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നതെന്ന് അവൾ പറഞ്ഞു. എല്ലാ മരുന്നുകളും എല്ലാ ഇഞ്ചക്ഷനും അമിതമായ വില കാരണം അമേരിക്കയിൽ പോലും എല്ലാ രോഗികൾക്കും നൽകുവാൻ സാധിക്കുന്നില്ല. പുതുതായി കണ്ടുപിടിക്കുന്ന ഫലപ്രദമായ പല ചികിത്സകളും ഗുളികകളും ഇഞ്ചക്ഷൻസിനും മാസം $7,000-8,000 ചിലവ് വരും. പലപ്പോഴും ഇൻഷുറൻസ് കമ്പനികളും മെഡിക്കെയറും ഒന്നും ഇത് പേ ചെയ്യുന്നില്ല. വലിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പോലും എല്ലാ രോഗികൾക്കും ഡിസ്കൗണ്ടായി നഷ്ടം സഹിച്ച് ഈ മരുന്ന് നൽകാൻ അവർക്ക് പോലും സാധിക്കുകയില്ല. അമേരിക്കയിൽ പോലും പ്രതിമാസം 4-5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഡോളർ ചിലവാകുന്ന
ചികിത്സ നടത്തുക പലർക്കും പ്രയാസമാണ്. ഇത്തരം കോൺഫറൻസുകൾ വരുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ സ്ഥിതി ഇതിലും വിഷമകരമാണെന്ന് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് കുട്ടികളിലുണ്ടാകുന്ന ക്യാൻസർ ലുക്കീമിയ 90% കുട്ടികളിലും ഇന്ന് മരുന്ന് നൽകി ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ മിക്ക ഭാഗങ്ങളിലും ഈ രോഗമുണ്ടാകുന്ന കുട്ടികളിൽ 90% പേരും മരിച്ചു പോകുന്നു. കാരണം അവർക്ക് മരുന്ന് അഫോർഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് കാരണം. അതുപോലെ അമേരിക്കയിൽ സ്ത്രീകളെ ബാധിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ മമ്മോഗ്രാം എന്ന ടെസ്റ്റ് സാധാരണമായി തീർന്നുകൂടി വളരെ കുറഞ്ഞിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എടുത്ത് ഇന്ന് വളരെ കുറയുന്നു. പാപ്സ് ടെസ്റ്റ് ഗർഭാശയത്തെ ബാധിക്കുന്ന സർവൈക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിനാൽ സർവൈക്കൽ ക്യാൻസർ പോലുള്ള മരണം അമേരിക്കയിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. കോളനോസ്കോപ്പിയും സിഗ്മോയിഡോസ്കോപ്പിയും എല്ലാം പ്രിവെൻറ്റീവ് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞതിനാൽ കോളൻ ക്യാൻസറും നേരത്തെ കണ്ടുപിടിച്ച് ഫലപ്രദമായി ചികിത്സിക്കപ്പെടുന്നു. എന്നാൽ ഇവയൊന്നും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്നും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഗർഭശാസ്ത്രത്തിലെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പാപ്സ് ടെസ്റ്റ് അമേരിക്കയിൽ ഒരു ഇമിഗ്രൻ്റായിട്ടുള്ള എത്തിയ ഗ്രീക്കുകാരനായ ജോർജ് പപ്പനക്കോളസാണ് 1952 കണ്ടുപിടിച്ചത്. 1962 അദ്ദേഹം മരിച്ചു. ലോകമെങ്കും ലക്ഷോപലക്ഷം സ്ത്രീകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് കഴിഞ്ഞു. കുറച്ച് നാൾ മുമ്പ് ഒരു മെഡിക്കൽ കോൺഫറൻസിലെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതോർക്കുന്നു. മെഡിസിനിൽ നോബൽ സമ്മാനത്തിന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും അർഹതയുണ്ടായിരുന്നതിൽ അതിൽ പ്രധാനി ഡോക്ടർ ജോർജ് പപ്പനിക്കോളോസ് ആയിരുന്നു. എന്തുകൊണ്ടോ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അത് കേട്ടപ്പോഴെൻ്റെ മനസ്സിൽ കൂടി ഓടിച്ചു പോയ ചിന്ത, ഗാന്ധിജിക്ക് സമാധാന നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് ഗാന്ധിജിക്കല്ലല്ലോ നോബൽ പ്രൈസിനല്ലേ, നോബൽ പ്രൈസസിൻ്റെ യശസ്സിനല്ലേ കുറവ് സംഭവിച്ചിട്ടുള്ളൂ എന്ന്. അതുപോലെ പാപ്പനിക്കോളസിന് മെഡിസിൻ നോബൽ പ്രൈസ് കിട്ടാതിരുന്നത് അതുപോലാണെന്ന് കരുതിയാൽ മതിയാകും. ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷം പാപ്പനിക്കോളസിൻ്റെ കണ്ടുപിടുത്തം പോലെ തന്നെ പ്രസിദ്ധമാക്കാവുന്ന ഒരു റിസർച്ച് പേപ്പർ ചിക്കാഗോയിലെ ക്യാൻസർ വിദഗ്ധന്മാരുടെ സമ്മേളനത്തിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന 25,000 ഡോക്ടർമാരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഈ പേപ്പർ ഇന്ത്യയിൽ നടത്തപ്പെട്ട ഒരു റിസർച്ചിനെ പറ്റിയാണ്. ബോംബെയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുരേന്ദ്ര ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട 12 വർഷമെടുത്ത പഠനം സ്ത്രീകളിൽ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായ സർവിക്സിൽ ഒരു കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് വിനാഗിരി പുരട്ടിയാൽ ക്യാൻസർ ഉള്ളവരിലെ സർവൈക്സിൻ്റെ നിറം പെട്ടെന്ന് വെള്ളയായി മാറും എന്നതാണ് ശാസ്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും നിരീക്ഷണം. വിലയേറിയ മറ്റ് ടെസ്റ്റുകൾക്കൊന്നും പോകാൻ സാമ്പത്തികമായി കഴിവില്ലാതിരുന്ന 75,000 സാധാരണ സ്ത്രീകളെ തിരഞ്ഞെടുത്തു. അവരെ എല്ലാവരെയും 2 വർഷം കൂടുമ്പോൾ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ടെസ്റ്റ് ചെയ്യാത്ത 75,000 കൺട്രോൾ ഗ്രൂപ്പിൽപ്പെട്ട സ്ത്രീകളെയും ഈ കാലയളവിൽ നിരീക്ഷിച്ചു കൊണ്ടുവരുന്നു. ഡോക്ടർമാരോ നേഴ്സുമാരോ ഒന്നുമല്ല ഈ ടെസ്റ്റ് നടത്തിയത്. 4 ആഴ്ച ട്രെയിനിങ് കൊടുത്ത സാധാരണ സ്ത്രീകളെ കൊണ്ടാണ് ഈ പരിശോധന നടത്തിയത്. 1998 ആരംഭിച്ച ഈ പഠനം 2010 അവസാനിച്ചു. 35-നും 64-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ പരിശോധനാ ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി ഫോളോ അപ്പ് ചെയ്തത്. ഈ വിനാഗിരി ടെസ്റ്റ് മൂലം 31% ക്യാൻസർ ഡെത്ത് ഈ പരിശോധന നടത്തുന്നവരിൽ കുറയ്ക്കുവാനായിട്ട് സാധിച്ചു എന്ന് അവരുടെ റിസർച്ച് പേപ്പറിൽ പറയുന്നു. ഈ സിമ്പിൾ ടെസ്റ്റ് പോലും ഇന്ത്യയിൽ അനേക ആയിരം ആൾക്കാരുടെ സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാമെന്നും കണക്കാക്കപ്പെടുന്നു. മറ്റു രാജ്യങ്ങളും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരു ടെസ്റ്റായി തീർന്നേക്കാം. ഇന്ത്യയിൽ എല്ലാ വർഷവും ഇന്നും
1,40,000 സ്ത്രീകൾ സർവൈക്കൽ ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട്. ചിക്കാഗോയിൽ ചേർന്ന ക്യാൻസർ ഡോക്ടർ വിദഗ്ധന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതും പത്രങ്ങളിലും ടെലിവിഷനിലുമെല്ലാം വന്നതുമായ വാർത്ത ഇന്ത്യയിൽ നടത്തപ്പെട്ട ഈ പഠനത്തെ പറ്റിയായിരുന്നു. ഇന്ത്യയിലെ എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഒരു പാപ്പ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഡോക്ടർമാരുടെ ഫീസും പതോളജിസ്റ്റിൻ്റെ എക്സാമിനേഷൻ്റെ ചിലവുമെല്ലാം നോക്കി കഴിയുമ്പോൾ 1,000-1,500 രൂപ ആയിത്തീരും. എന്നാൽ 5 രൂപയുടെ വിനാഗിരി കൊണ്ട് ഒരു ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് അതൊരു വലിയ സംഗതിയാണ്. അത് കംപ്ലീറ്റ് നല്ല റിസൾട്ടും തരുമ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പഠനം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും വരും കാലങ്ങളിൽ ഈ ടെസ്റ്റ് സാർവത്രികമാകാൻ സാധ്യത ഏറെയുണ്ട്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.